നമസ്കാരം. ഏത് കനകോലു വന്നാലും കോൺഗ്രസിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അതിനുള്ള തെളിവാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ കോൺഗ്രസിൽ നടക്കുന്ന അടി. ആറന്മുള മണ്ഡലത്തിൽ അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കില്ല എന്ന് കാട്ടി ഇന്നലെ DCC ഓഫീസിന് മുന്നിലും പ്രസ് ക്ലബിന് മുന്നിലും മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പതിഞ്ഞ പോസ്റ്ററുകളാണ് ഇതിനാധാരം. അടിയില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ്. നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സീറ്റുകളെ ചൊല്ലിയുള്ള അടി സർവ്വസാധാരണമായിരുന്നു കോൺഗ്രസിൽ. സംസ്ഥാനമുടനീളം എല്ലാ മണ്ഡലങ്ങളിലും ഈ അടി തുടരുന്നത് നമുക്ക് കാണാമായിരുന്നു. എന്നാൽ ഇത്തവണ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ആറന്മുളയിലാണ്. കെട്ടിയിറക്ക സ്ഥാനാർത്ഥിയെ അനുവദിക്കില്ല എന്നുള്ള പതിവ് പല്ലവുമായിട്ടാണ് ആറന്മുളയിൽ പോസ്റ്റർ വന്നിരിക്കുന്നത്. അബിൻ വർക്കി ഈ ആറന്മുള മണ്ഡലത്തിൽപ്പെട്ടയാളല്ല. ഓർത്തഡോക്സ് സഭയുടെ പേരിലാണ് അബിൻ വർക്കിക്ക് അവിടെ സീറ്റ് കിട്ടും എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നതും അബിൻ വർക്കി സീറ്റ് ഉറപ്പിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. ഓർത്തഡോക്സ് സഭ ആറന്മുള മണ്ഡലം തമ്മിലുള്ള സ്വാധീനം എന്താണ് എന്ന് പരിശോധിച്ചാൽ കാര്യമായ സ്വാധീനം ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. 2016 വീണ ജോർജ് വിജയിച്ചതിന് ശേഷമാണ് ആറന്മുള മണ്ഡലത്തിൽ ഓർത്തഡോക്സ് സമുദായത്തിൻ്റെ സ്വാധീനം ചാർത്തി കൊടുക്കുന്നതെന്നാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ആ മണ്ഡലത്തിലെ വോട്ടർ എന്നുള്ള നിലയിൽ പരിശോധിക്കുമ്പോൾ ആറന്മുള മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുകളാണുള്ളത്. അതിലേറെ കൂടുതലും ഈഴവ വോട്ടുകളാണ്, പിന്നീടുള്ളത് നായർ വോട്ടുകളാണ്. അതിനുശേഷം വരുന്ന ക്രിസ്ത്യൻ സമുദായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഓർത്തഡോക്സ് സഭയ്ക്ക് മേൽക്കൈയുണ്ട്, മാർത്തോമാ സഭയ്ക്കും മേൽക്കൈയുണ്ട്. അത്രയും ആണ് അവിടുത്തെ ഒരു സാമുദായിക സന്തുലനം എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെയാണ് ആറന്മുള മണ്ഡലം ഓർത്തഡോക്സ് സഭയുടെ സ്വത്തായി മാറിയത് എന്ന് പറയപ്പെടുന്നത്? കഴിഞ്ഞ 2 ടേമുകളായി വീണ ജോർജ് എന്ന LDF സ്ഥാനാർത്ഥി വിജയിച്ചതാണ് ഇതിനൊരു കാരണമായി പറയുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ട് CPMന് ആ മണ്ഡലത്തിലുള്ള വോട്ടുകളാണ് വീണ ജോർജ് തുണയായിട്ടുള്ളത് എന്ന കണക്കുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. CPMനോട് അടിസ്ഥാനപരമായി കുറേ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾക്കൊപ്പം ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ കൂടി ചേരുന്നതോടെയാണ് വീണ ജോർജിന് കൃത്യമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. എന്ന് കരുതി വീണ ജോർജിനെതിരെ ഒരു ഓർത്തഡോക്സ് സമുദായാംഗത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു തിയറി കൊണ്ടുവന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കാൻ പത്തനംതിട്ട ജില്ലയിലോ പത്തനംതിട്ടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഇതേ മണ്ഡലത്തിനുള്ളിൽ നിന്നുള്ള ആളില്ലാഞ്ഞിട്ടല്ല അബിൻ വർക്കിയുടെ പേര് പറയുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം ഒന്ന്, രണ്ടാമത് ഈ പറയുന്ന സഭയുടെ മേൽക്കൈ, ഇത് രണ്ടും വെച്ചിട്ടാണ് അബിൻ വർക്കിക്കുള്ള സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ നേരത്തെ തന്നെ ഇതിനെ ചർച്ച ചെയ്യപ്പെട്ടു വരുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള വിജയ് ഇന്ദിയുടൻ ഈ മണ്ഡലത്തിൽപ്പെട്ടയാളാണ്. അതുപോലെ KPCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള P മോഹൻരാജ്, KPCCയുടെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ജോർജ് മാമൻ കൊണ്ടൂർ, ഇപ്പോൾ പുതുതായിട്ട് കോൺഗ്രസിൽ വന്നിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ, അങ്ങനെ പഴകുളം മധു KPCCയുടെ സെക്രട്ടറിയാണ്. ഇങ്ങനെ കുറേ ആൾക്കാരുടെ പേര് ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതിലെ കഴിഞ്ഞ 2 തവണത്തെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് നോക്കുമ്പോൾ 2 തവണയും വീണ ജോർജ് തോൽപ്പിച്ച സ്ഥാനാർത്ഥി ശ്രീ K ശിവദാസൻ നായരാണ്. K ശിവദാസൻ നായർ നേരത്തെ ആറന്മുളയിൽ MLA ആയിരുന്നു. ആറന്മുള മണ്ഡലത്തിൻ്റെ ഒരു പുനരേകീകരണം, പത്തനംതിട്ടയും ആറന്മുളയും കൂടെ ലയിച്ചിട്ടാണ് ആറന്മുള എന്ന് പറയുന്ന ഒറ്റ മണ്ഡലമായി മാറിയത്. പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ആറന്മുള നേരത്തെ ഉണ്ടായിരുന്ന ആറന്മുളയിലെ 1-2 പഞ്ചായത്തുകൾ ഒഴികെ ബാക്കി എല്ലാം കൂടി ചേർത്തിട്ടാണ് പുതിയ ആറന്മുള മണ്ഡലം 2011 നിലവിൽ വരുന്നത്. അതിനുശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ശിവദാസൻ നായരാണ് വിജയിച്ചത്. എന്നാൽ 2016 വീണ ജോർജിൻ്റെ അപ്രതീക്ഷിത എൻട്രി, ഒരു മാധ്യമപ്രവർത്തക എന്നതിലുപരി ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയാണ് വീണ ജോർജിന് പ്രധാനമായും അന്ന് ലഭിച്ചത്. അങ്ങനെ വീണ ജോർജിൻ്റെ ആ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം, LDFനൊപ്പം ചേർന്നുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം, അത് വീണ ജോർജിന് തുണയായി. അവർ മികച്ച ഭൂരിപക്ഷത്തിൽ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കരുതിയിരുന്നത് പോലെ CPM അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുമെന്നാണ് പലരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ശിവദാസൻ നായർ അവിടെ വീണ്ടും മത്സരിക്കാൻ രംഗത്തിറങ്ങിയത്. പക്ഷേ ഇത്തവണ 20,000-ൽ പരം വോട്ടിൻ്റെ വലിയ ഒരു തോൽവി അവിടെ ഏറ്റുവാങ്ങേണ്ടിയും വന്നു. നിലവിൽ നേരത്തെ ആറന്മുള എന്നത് കോൺഗ്രസിൻ്റെ ഒരു കുത്തക സീറ്റ് എന്നറിയപ്പെട്ടതാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ അല്ലെ UDFൻ്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് ചുരുക്ക സന്ദർഭങ്ങളിൽ മാത്രമാണ്. എന്നാൽ ഈ കഴിഞ്ഞ 2 ടേമായിട്ട് 10 വർഷമായിട്ട് ഈ മണ്ഡലം LDFലേക്ക് ചാഞ്ഞു. അപ്പോഴും നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടിൻ്റെ പാറ്റേൺ നോക്കുകയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ മുൻതൂക്കം UDFന് തന്നെയാണ്. BJPക്കും ന്യായമായിട്ടുള്ള ഒരു വോട്ടുള്ള മണ്ഡലമാണ്, എ ക്ലാസ് മണ്ഡലമാണ്. MT രമേശ് എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി ഇവിടെ നന്നായി വോട്ട് പിടിച്ച മണ്ഡലമാണ്.
നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ ബി ജെ പിക്ക് നന്നായിട്ട് വർക്ക് ചെയ്താൽ ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തോ ഒരുപക്ഷെ വിജയത്തിലോ എത്താവുന്ന രീതിയിലുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ എന്തിനാണ് ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ അടിപിടി കൂടുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ അബിൻ വർക്കിയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുമ്പോൾ തന്നെ മറ്റൊരു വിഭാഗം വളരെ ശക്തമായി അബിൻ വർക്കിക്ക് പിന്തുണയും പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ തർക്കമുന്നയിക്കപ്പെട്ട് പരസ്യ പ്രതികരണവുമായി അല്ലെങ്കിൽ പരസ്യമായിട്ട് വന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് ആറന്മുള. മനസ്സ് വെച്ചാൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ നിലവിലുള്ള സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ ജോർജിനോട് പൊരുതി നിൽക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി, അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ അതായിരിക്കും കോൺഗ്രസിന് ഏറ്റവും ഗുണകരമാവുക. അബിൻ വർക്കിയെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ മുൻപ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 1996 MV രാഘവൻ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ കാലുവാരി തോൽപ്പിച്ച ഒരു ചരിത്രം ആറന്മുളയിലെ കോൺഗ്രസ്സിനുണ്ട്. അന്ന് കടമ്മനിട്ട രാമകൃഷ്ണൻ LDF സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും MV രാഘവൻ പരാജയപ്പെടുകയും ചെയ്ത ഒരു അവസ്ഥ ഉണ്ടാവുകയുണ്ടായി. അതിനുശേഷം പിന്നീട് അവിടെ CPMന് വിജയിക്കാൻ സാധിച്ചത് 2006 ശ്രീ KC രാജഗോപാലിനാണ്. അന്നും കോൺഗ്രസിലെ പടലപ്പിണക്കം ആലത്ത് സരളാദേവിക്ക് ബദലായി KR രാജപ്പൻ എന്ന കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് മാത്രമാണ് CPMന് അന്ന് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിച്ചത്. 2011 ഈ മണ്ഡലം തിരിച്ചുപിടിച്ച് K ശിവദാസൻ നായർ MLA ആവുകയുണ്ടായി. 2016 തൊട്ട് വീണ ജോർജാണ് ഇവിടെ വിജയിക്കുന്നത്. നിലവിൽ മണ്ഡലത്തിൻ്റെ പൾസറിയാതെ, മണ്ഡലത്തെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കാതെ, മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് രീതികൾ നോക്കാതെയുള്ള തള്ളുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. ആ തള്ളുകളുടെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഈ ആറന്മുള മണ്ഡലം കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ നിലവിൽ ഉണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി അങ്ങനെയായിരിക്കണം. വീണ ജോർജ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറാം മലയാണ്. വീണ ജോർജ് വളരെ ശക്തമായ അടിസ്ഥാന വോട്ടുകളുടെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. സമീപകാലത്തുണ്ടായ സംഭവവികാസങ്ങളൊന്നും വീണ ജോർജിൻ്റെ വോട്ടിങ്ങിനെ ബാധിക്കില്ല. ഇമേജിനെ ബാധിച്ചിട്ടുണ്ടാവാം, വോട്ടിങ്ങിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ ശ്രദ്ധിച്ചാൽ അവർക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ പടലപ്പിണക്കം ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്ന ഈ സീറ്റിനെ ചൊല്ലിയുള്ള വിവാദം, തർക്കം എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നെഗറ്റീവായി ബാധിക്കുകയാണ് ചെയ്യുക. ആദ്യം മണ്ഡലത്തെപ്പറ്റി പഠിക്കുക, ആ മണ്ഡലത്തിൻ്റെ ഘടനയെപ്പറ്റി പഠിക്കുക, അതിനുശേഷം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതാവും കോൺഗ്രസിന് ഏറ്റവും ഉചിതം.